ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സിനെ കുറിച്ചിട്ടാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ മൈൻഡ് റിലാക്സ് ചെയ്ത് കാം ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടവർ കാർഡാണ്. സെക്കൻഡ് ദ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് തേർഡ് കാർഡ് ദ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ടെമ്പറൻസ് കാർഡാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് കാർഡ് ദ ടവർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണോ? ആണെങ്കിൽ അദ്ദേഹം ഒരു ബ്രേക്ക് ഡൗണിലൂടെ അല്ലെങ്കിൽ ഒരു മാറ്റം അദ്ദേഹത്തിൽ വരാൻ പോകുന്നുണ്ട്. അദ്ദേഹം റിയലൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്സിനെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് അദ്ദേഹത്തിൽ വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് കാർഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മൂൺ കാർഡാണ് കാണുന്നത്. മൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ല ഭയമുണ്ട്. അതായത് നിങ്ങൾ അദ്ദേഹത്തെ പിരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമോ എന്നൊരു ഭയം, അതൊക്കെയാണ് കാണുന്നത്. അദ്ദേഹം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ടെൻഷൻ അടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഇമോഷണലി അദ്ദേഹം ഡൗൺ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് എന്തോ ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലിയർ അല്ല, ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തോ പ്രോബ്ലംസ് നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭയക്കുന്നതായിട്ടാണ് കാണുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ എന്നുള്ളത്. ആൻഡ് മൂന്നാമത് നോക്കുമ്പോഴത്തേക്ക് ഏസ് ഓഫ് കപ്സ്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്ന ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്, ആ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു രണ്ട് കപ്പ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്നതായിട്ടാണ്. അതായത് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാകുന്നതാണ്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ രണ്ടുപേരും സൈഡിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കാണിക്കുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ മറന്ന് അതൊക്കെ ഹീൽ ചെയ്ത് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. അതിന് രണ്ടുപേരുടെ സൈഡിൽ നിന്നും എഫേർട്സ് വേണം. രണ്ടുപേരും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് എന്തും ഓപ്പണായി തുറന്ന് പറയാനുള്ളൊരു സ്പേസ് നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കാർഡ് എടുത്തപ്പോൾ തന്നെ ഒരു ഭയം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹം നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ നിങ്ങളത് എങ്ങനെ എടുക്കും എന്നൊരു ഭയം, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക. അദ്ദേഹത്തിനൊരു സ്പേസ് കൊടുക്കുക. ഓക്കെ, അദ്ദേഹത്തിന് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സിൻസിയറായിട്ടുള്ള സ്നേഹമാണ്. പക്ഷേ എന്തോ ഒരു ഈഗോ ക്ലാഷ് അങ്ങനെ എന്തൊക്കെയോ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. സോ അതിന് രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഗൈഡൻസിൽ കാണുന്നത്. അത് തന്നെയാണ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ രണ്ട് സൈഡിൽ നിന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടെ റിന്യൂ ചെയ്ത് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇന്നത്തെ റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. സ്പേസ് കൊടുക്കുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ഈഗോ ഒക്കെ മാറ്റി വയ്ക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.